തമിഴ്നാട്ടിൽ ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള അധികാര തർക്കം പുതിയ തലത്തിലേക്ക് കടക്കുന്നതിനിടയിൽ പൊതുജനങ്ങളുടെ പരാതികൾ നേരിട്ട് സ്വീകരിക്കുമെന്ന പ്രഖ്യാപനവുമായി സംസ്ഥാനത്തിന്റെ അധിക ചുമതലയുള്ള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ രംഗത്തെത്തി. ലോക്ഭവനിലെത്തി ജനങ്ങൾക്ക് അവരുടെ വ്യക്തിപരവും പൊതുപ്രാധാന്യമുള്ളതുമായ പ്രശ്നങ്ങൾ നേരിട്ടറിയിക്കാമെന്നും അവ പരിഹരിക്കുന്നതിനായി മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി ചർച്ച നടത്തി സാധ്യമായ നടപടികൾ സ്വീകരിക്കാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജനങ്ങളുടെ പ്രശ്നപരിഹാരത്തിൽ ഭരണഘടനാ സ്ഥാപനങ്ങൾ പരസ്പര സഹകരണത്തോടെയും ഏകോപനത്തോടെയും പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണെന്നും ഗവർണർ അഭിപ്രായപ്പെട്ടു. ശനിയാഴ്ച ലോക്ഭവനിലെ ഭാരത മണ്ഡപത്തിൽ നടന്ന ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് ഗവർണർ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ജനങ്ങൾക്ക് സർക്കാരിനോടോ ഗവർണറോടോ എന്തെങ്കിലും പ്രതീക്ഷകളോ പരാതികളോ ഉണ്ടെങ്കിൽ അവ മറച്ചുവെക്കാതെ ലോക്ഭവനിലെത്തി അറിയിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ലഭിക്കുന്ന പരാതികളിൽ ഗൗരവമുള്ള വിഷയങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഭരണപരമായ പരിഹാരം കണ്ടെത്താൻ സംയുക്തമായി ഇടപെടാൻ തയ്യാറാണെന്നും അർലേക്കർ പറഞ്ഞു. ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ രാഷ്ട്രീയ ഭിന്നതകൾ മാറ്റിവെച്ച് ഭരണ സംവിധാനങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന സന്ദേശവും അദ്ദേഹം നൽകി. ഗവർണറുടെ ഈ പ്രസ്താവന രാഷ്ട്രീയ വിവാദങ്ങൾ ശക്തമായ സാഹചര്യത്തിലാണ് പുറത്തുവന്നത്. മധുര സന്ദർശനത്തിനിടെ അദ്ദേഹം ജില്ലാ കളക്ടർ, സിറ്റി പോലീസ് കമ്മീഷണർ, നഗരസഭാ കമ്മീഷണർ ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ജില്ലാതല ഭരണകാര്യങ്ങൾ അവലോകനം ചെയ്തിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ഗവർണർ ഉദ്യോഗസ്ഥരുമായി ഇത്തരത്തിൽ യോഗം ചേർന്നത് ഭരണഘടനാ ചട്ടങ്ങളുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി ഭരണകക്ഷിയായ TVKയും പ്രതിപക്ഷവും കടുത്ത വിമർശനം ഉന്നയിച്ചിരുന്നു. മധുരയിലെ പരിപാടിക്കിടെ വൈഗ നദിയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട വിഷയവും ഗവർണർ എടുത്തു പറഞ്ഞു. നദിയുടെ ശുചീകരണത്തിനും സംരക്ഷണത്തിനുമായി ആവശ്യമായ നടപടികൾ ബന്ധപ്പെട്ട വകുപ്പുകൾ സ്വീകരിക്കാത്ത പക്ഷം ലോക്ഭവൻ നേരിട്ട് ഇടപെടേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകി. പരിസ്ഥിതി സംരക്ഷണവും പൊതുതാൽപര്യ വിഷയങ്ങളും രാഷ്ട്രീയ വിവാദങ്ങൾക്ക് അതീതമായി കാണേണ്ടതാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഈ സന്ദർശനത്തിന് തൊട്ടു മുൻപ് ഗവർണർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിന് പിന്നാലെ നടന്ന മധുര സന്ദർശനവും ഉദ്യോഗസ്ഥരുമായുള്ള അവലോകന യോഗവും സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. കേന്ദ്ര സർക്കാർ സംസ്ഥാന ഭരണത്തിൽ കൂടുതൽ ഇടപെടാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായാണ് ഗവർണറുടെ നടപടികളെന്ന് DMK നേതാക്കൾ ആരോപിച്ചു. DMKയുടെ നിലപാട് കൂടുതൽ കടുപ്പിച്ച് സംസ്ഥാന മന്ത്രിമാരും രംഗത്തെത്തി. സംസ്ഥാന ഭരണം ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്നും ഡൽഹിയിൽ നിന്ന് ഭരണനിർവഹണം നിയന്ത്രിക്കാൻ അനുവദിക്കില്ലെന്നും അവർ വ്യക്തമാക്കി. ഗവർണർ ഭരണപരമായ കാര്യങ്ങളിൽ നേരിട്ട് ഇടപെടുന്നത് ഫെഡറൽ സംവിധാനത്തിന്റെ ആത്മാവിന് വിരുദ്ധമാണെന്നും നേതാക്കൾ ആരോപിച്ചു. മന്ത്രി CTR നിർമ്മൽ കുമാർ പ്രതികരിക്കവേ സംസ്ഥാന സർക്കാരിന്റെ അനുമതിയില്ലാതെ ഗവർണർ വിളിക്കുന്ന ഔദ്യോഗിക അവലോകന യോഗങ്ങളിൽ ഉദ്യോഗസ്ഥർ പങ്കെടുക്കേണ്ടതില്ല എന്ന് വ്യക്തമാക്കി. ഭരണഘടന അനുസരിച്ചിരിക്കുന്ന പരിധിക്കുള്ളിൽ മാത്രമേ ഗവർണർ പ്രവേശിക്കാവൂ എന്നും തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ അധികാര പരിധിയിൽ കടന്നുകയറാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഗവർണറുടെ നടപടികളെക്കുറിച്ചുള്ള സംസ്ഥാന സർക്കാരിന്റെ വിമർശനങ്ങൾക്ക് ലോക്ഭവൻ ഇതുവരെ ഔദ്യോഗിക പ്രതികരണം നൽകിയിട്ടില്ല. എന്നാൽ ജനങ്ങളുടെ പരാതികൾ നേരിട്ട് കേൾക്കാനും അവയുടെ പരിഹാരത്തിനായി മുഖ്യമന്ത്രിയുമായി സഹകരിക്കാനും തയ്യാറാണെന്ന ഗവർണറുടെ പ്രഖ്യാപനം തമിഴ്നാട്ടിലെ ഗവർണർ സർക്കാർ ബന്ധത്തിൽ പുതിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കും ഭരണഘടനാ ചർച്ചകൾക്കും തുടക്കമിട്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ സർക്കാരും ഗവർണറും സ്വീകരിക്കുന്ന നിലപാടുകൾ സംസ്ഥാന രാഷ്ട്രീയത്തിലെ പ്രധാന ചർച്ചാ വിഷയമായി മാറുമെന്നാണ് വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.